ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നോർത്തുള്ള സെക്ഷൻ്റെ ശവ സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ പ്രീതമക്കളെയും വീണ്ടും വരുന്നതിനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ ദൈവം ഒരവസരം കൂടി ഒരുക്കി തന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 8ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തിൻ്റെ അതികായന്മാർ യോശുവയും കാലേബും. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഇബ്രായർ 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനപ്പാഠവാക്യം നമ്മോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം പലരെയും അനുകരിക്കുന്നവരാണ്. പലരും ജീവിതത്തിൽ പല കാര്യങ്ങൾ പഠിക്കുന്നതും വളരുന്നതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക നല്ല കാര്യങ്ങൾ പ്രവർത്തിപ്പാനും നല്ല കാര്യങ്ങൾ ശീലിക്കുവാനും പഠിക്കുന്നത് മറ്റുള്ള മനുഷ്യരെ കണ്ട് അവരെ മനസ്സിലാക്കി പഠിച്ചും നമുക്ക് ലഭിക്കുന്ന നല്ല ഉപദേശങ്ങളും മാതൃകളും നമ്മൾ കണ്ടുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നല്ല ശീലങ്ങൾ പഠിക്കണം, നല്ല സ്വഭാവം അവർ ശീലിക്കണം, നല്ല മാതൃകയുള്ളവരായിട്ട് അവർ മാറണം എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളവരെ ഇന്ന വ്യക്തിയെ കണ്ട്, അല്ലെ ഇന്ന കുട്ടിയെ കണ്ട്, അല്ലെ ഇന്ന സുഹൃത്തിനെ കണ്ട് അവർ ചെയ്യുന്നത് പോലെ, അവരുടെ സ്വഭാവം പോലെ, അവർ പ്രവർത്തിക്കുന്ന പോലെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നാം പലരെയും കണ്ട് മനസ്സിലാക്കി പല കാര്യങ്ങൾ ശ്രദ്ധിച്ചും മാതൃകയുള്ളവരെ നാം അനുകരിച്ചും കൊണ്ടാണ്. പൗലോസ് തന്നെ പറയുന്നത്, താൻ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിലും താൻ അറിയാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയാത്തതോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ കാരണമുണ്ടാവാം, ഒരുപക്ഷെ അത്രമാത്രം ഗൗരവമായ കാരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ഒരു നല്ല മാതൃക ആവശ്യമാണ്. ആ മാതൃക ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും സമൂഹത്തിൽ അനേകരെ നമ്മൾ അത്തരത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പല വ്യക്തികളുടേതായ പ്രവർത്തനങ്ങൾ, അവരുടെ ശൈലി, അവരുടെ രീതി, അവരുടെ പെരുമാറ്റങ്ങൾ, നല്ല സ്വഭാവം, നല്ല ഗുണങ്ങൾ, ഇതൊക്കെ അനേകരെ നമ്മൾ കണ്ടു മനസ്സിലാക്കുകയും പഠിക്കുകയും അവരെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു രീതി മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കുന്നതും അത്തരത്തിലുള്ള വ്യക്തികൾ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനും നമ്മളെ നല്ല വ്യക്തികളായിട്ട് മാറ്റുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്ന് സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് തുടർന്നുള്ള പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം പഠിക്കുവാൻ ഒരിക്കൽ കൂടി അവിടുന്ന് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ തിരുമക്കളെയും കർത്താവിൻ്റെ കൃപയിലും അവിടുത്തെ കരുണയിലും കാത്തുകൊള്ളണം. ആവശ്യമായ നല്ല ആലോചന അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. കർത്താവെ, ദൈവവചനത്തിൽ മാതൃകയുള്ള അനേകരെ അടികൾ മാതൃകയാക്കിക്കൊണ്ട് തിരുപരിയാട്ടി ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ച് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഇടങ്ങൾ ആയിരിക്കത്തക്കവണ്ണം അടികൾ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ സാന്നിധ്യം കൃപ കൂടിയിരിക്കണം. മനമൊത്ത കഥ വന്നെടുക്കണം. അടികൾക്ക് ആജീവനം തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടിയേക്കണം. ദൈവമേ, ആമേൻ. ഇവിടെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാം പഠിക്കുന്ന യോശുവയും കാലേബും നാം പഠിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് വായിക്കുകയും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള, ദൈവത്തോട് സ്നേഹമുള്ള, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന 2 വ്യക്തികളായിരുന്നു യോശുവയും കാലേബും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് കാലേബ് എന്ന് പറയുന്ന ആ എബ്രായ പദം കലേബ് എന്ന് പറയുന്ന ഒരു നിഷേധ പദത്തിൽ നിന്നുണ്ടായതാണ് കാലേബ് എന്ന് പറയുന്നു. മാത്രമല്ല ആ പദത്തിന് നായ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഈ കാലേബിനെ സംബന്ധിച്ച് യജമാനോട് വളരെ അനുസരണമുള്ള, യജമാനെ അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെടുന്ന, വിശ്വസ്തതയുള്ള ഒരു
വ്യക്തി എന്ന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു നാമം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും അതിനോട് അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തതയ്ക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് കാലേബിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കാലേബിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും ചിന്തിക്കുമ്പോൾ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തനും ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അനുസരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു നമുക്ക് അനേക ഉദാഹരണങ്ങളിലൂടെ കാലേബിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് കാലേബിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കാലേബ് എങ്ങനെ പ്രവർത്തിച്ചു, കാലേബ് എങ്ങനെ പ്രതികരിച്ചു, കാലേബ് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിന്നു, തൻ്റെ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം സംസാരിച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ട് എത്ര വിനീതമായി, എത്ര വിശ്വസ്തമായി, എത്ര താഴ്മയോടെ, അനുസരണത്തോടെ അതിന് പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവിടെ സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 21 മുതൽ 27 വാക്യങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ കാലേബിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്, കാലേബിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. കാലേബ് എത്രമാത്രം വിശ്വസ്തനും ദൈവത്തോട് എത്രമാത്രം സ്നേഹമുള്ള, ദൈവത്തോട് പറ്റി നിൽക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്നത്, എൻ്റെ ദാസനെ കാലേബ് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കാലേബ് ദൈവം കാലേബിന് നൽകും എന്ന് വാക്കും ചെയ്ത ആ ദേശം അല്ലെങ്കിൽ ആ സ്ഥലം കാലേബിന് കൊടുക്കുവാനും അത് കാലേബിന് കൈവശമാക്കുവാനും കഴിഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എത്രമാത്രം കാലേബ് ദൈവത്തോട് ചേർന്ന് നിന്ന് പറ്റി നിന്നു എന്ന് യഹോവ തന്നെ സാക്ഷ്യം പറയുമ്പോൾ ആ ഒരു സാക്ഷ്യത്തിന് എത്രമാത്രം അല്ലെങ്കിൽ വില അല്ലെങ്കിൽ എത്രമാത്രം ഔന്നത്യം ആ സാക്ഷ്യത്തിന് ഉണ്ട്. അതുകൊണ്ട് കാലേബിന് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വാക്തപ്രകാരം നൽകിയ അനുഗ്രഹം അതുപോലെ തന്നെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാൻ കഴിഞ്ഞു. ഇസ്രയേലിൽ നിന്ന് കടന്നു വന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം നാം മനസ്സിലാക്കുന്നത് പോലെ അവിടെ പ്രവേശിക്കുവാൻ ഇടയായത് ദൈവത്തിൽ വിശ്വസ്ത ദാസന്മാരായ, വിനീത ദാസന്മാരായ, അനുസരണമുള്ള ദാസന്മാരായ യോശുവയും കാലേബും മാത്രമാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ മോശ കനാൻ ദേശം ഒറ്റ നോക്കുവാൻ തിരഞ്ഞെടുത്ത വ്യക്തികളെ തിരഞ്ഞയക്കുമ്പോൾ, അവിടെ പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ പലരുടെയും പേരുകൾ നമുക്ക് അറിയില്ല. നമ്മളൊരു പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇവിടെ പറയുന്ന ശമ്മുവ, ഷാബാത്ത്, ഇഗൽ, പൾത്തി, ഗദിയൽ, ഗദി, അമിയൽ, സേദൂർ, ഹമി, ഗ്യുവേൽ എന്നീ പേരുകളൊക്കെ നമുക്ക് പരിചയമില്ല. അവർ ആരാണെന്നോ അവരെന്ത് ചെയ്തെന്നോ എന്താണ് അവരുടെ പ്രത്യേകതയോ നമുക്കറിയില്ല. എന്നാൽ ഈ പേരുകളൊക്കെ യോശുവയോടും കാലേബിനോടും ചേർന്ന് കനാൻ ദേശം ഒറ്റ നോക്കുവാൻ മോശ പറഞ്ഞയച്ച വ്യക്തികളായിരുന്നു. എന്നാൽ അവരുടെ പേരുകൾ ഓർമ്മിക്കുവാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തത് കൊണ്ട്, ഓർമ്മിക്കാൻ കഴിയുന്ന യാതൊന്നും അവർ പ്രവർത്തിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അവരുടെ പേരുകൾ പലപ്പോഴും മറന്നു പോവുകയും അത് ഓർക്കാതിരിക്കുകയും അതിന് പ്രാധാന്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് 2 വ്യക്തികളായ യോശുവയുടെയും കാലേബിൻ്റെയും പേര് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അവരെ ദൈവം അവർക്ക് നൽകും എന്ന് പറഞ്ഞ ആ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്നത് വരെയും അവരോട് കൂടെ ഇരുപ്പാൻ, അവരെ സ്നേഹിപ്പാൻ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുവാൻ യഹോവയ്ക്ക് സാധിച്ചു. വാസ്തവം പറഞ്ഞാൽ ഈ അയച്ച കനാൻ ദേശം ഒറ്റുനോക്കുവാൻ കടന്നുപോയ വ്യക്തികളിൽ യഥാർത്ഥമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് അവർക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്ന വിവരങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊടുക്കുവാൻ യോശുവയ്ക്കും കാലേബിനും മാത്രമാണ് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള വ്യക്തികളൊക്കെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് ഉരുക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരിക്കലും നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ പിന്മാറ്റുവാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുവാൻ സംസാരിച്ചപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ അതിനെയൊക്കെ മറികടന്ന് മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ തുറന്നുള്ള പ്രയാസങ്ങൾ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ സത്യാവസ്ഥ അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറപ്പോടും വിശ്വാസത്തോടു കൂടി അത് പ്രസ്താവിക്കുവാൻ അല്ലെങ്കിൽ ജനത്തോട് പറയുവാൻ, ജനത്തെ ഉത്സാഹിപ്പിക്കുവാൻ, ജനത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കാലേബിനും യോശുവയ്ക്കും കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ സംഖ്യാപുസ്തകം 14:10 പറയുമ്പോൾ ഈ കാലേബും യോശുവയും യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യഥാർത്ഥ വിവരങ്ങൾ അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുവാൻ ശ്രമിക്കുമ്പോൾ അവരെ ജനം കല്ലെറിയുവാൻ ആവശ്യപ്പെടുമ്പോഴും അവർ ആ കാര്യം അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ ഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാര്യമാക്കാതെ അവർക്ക് ദൈവം കൊടുത്ത ആലോചന ദൈവമക്കളോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് പറയുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കാലേബിനെ സംബന്ധിച്ച് കാലേബ് പറയുന്ന ഒരു കാര്യമുണ്ട്. കനാൻ ദേശത്ത് കടന്നു വന്ന് ദൈവം മോശ മുഖാന്തരം അവർക്ക് അരുളി ചെയ്ത പ്രകാരം കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് ഗോത്രമായിട്ട് വിഭാഗിച്ച് കൊടുക്കുമ്പോൾ
എല്ലാവർക്കും അവരുടെ ദേശങ്ങൾ കൊടുക്കുവാനും ആവശ്യപ്പെടുവാനും ഓരോരുത്തരതനുസരിച്ച് പട്ടണങ്ങളായാലും കൃഷിയിടങ്ങളായാലും സമതലങ്ങളായാലും വെള്ളമുള്ള സ്ഥലങ്ങളായാലും അങ്ങനെ ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അതനുസരിച്ച് പറയുമ്പോൾ ഇവിടെ കാലേബും യോശുവയും ഒരു കാര്യവും ഈ സമയങ്ങളിലൊന്നും ആവശ്യപ്പെടുകയോ പറയുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ യോശുവ 14:8 പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പറ്റി നിന്നു എന്ന് നമ്മളുടെ വായിക്കുന്നുണ്ട്. അവിടെ കാലേബിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് പറ്റിയെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആവശ്യപ്രകാരം യോശുവ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് യോശുവയോട് ചേർന്ന് ഇസ്രായേൽ ജനത്തെ കൂടെ നടക്കുവാൻ സഞ്ചരിപ്പാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ യോശുവയ്ക്ക് സഹായിയായിട്ട് കാലേബ് അവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഏറ്റവും അവസാനം എല്ലാ ഇസ്രായേൽ ജനങ്ങൾക്കും അവരുടെ ദേശം അല്ലെങ്കിൽ അവരുടെ ദേശങ്ങൾ വിഭാഗിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കാലേബ് യോശുവയോട് ആവശ്യപ്പെടുന്നത്, ദൈവം യോശുവയ്ക്ക് നൽകാം എന്ന് കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ സമയത്ത് യഹോവ നൽകിയ വാഗ്ദത്ത പ്രകാരം കാലേബ് ആവശ്യപ്പെടുന്നത് ഹെബ്രോൻ മലമ്പ്രദേശമാണ്. അപ്പം അവിടെ ആ പ്രദേശം കാലേബ് ആവശ്യപ്പെടുമ്പോൾ നാം കാലേബിൽ കാണുന്ന ഏറ്റവും വലിയ വൈശിഷ്ട്യം, ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, കാലേബ് ആ ദേശം ഒറ്റുനോക്കാൻ പോകുമ്പോൾ കാലേബിന് 40 വയസ്സ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഹെബ്രോൻ മലമ്പ്രദേശം എനിക്ക് തരൂ എന്ന് യോശുവയോട് വളരെ വിനീതമായിട്ട് കാലേബ് ആവശ്യപ്പെടുന്നത്, അത് അവകാശപ്പെട്ടുകൊണ്ട് അതിനെ മത്സരിച്ച് അല്ലെങ്കിൽ താൻ ആവശ്യം പറഞ്ഞ് യോശുവയെ ബന്ധപ്പെടുത്തി അതെടുക്കുവാനല്ല. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പ്രദേശങ്ങളിൽ ദേശങ്ങൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി വിഭാഗിച്ച് കൊടുത്തപ്പോൾ ആർക്കും ആവശ്യപ്പെടാത്തല്ല, ആർക്കും കൊടുക്കാത്ത, ആർക്കും വേണ്ടാത്തല്ല, ഒരുത്തരും അവകാശവാദം ഉന്നയിക്കാതിരുന്ന ഒരു പ്രദേശമാണിത്. അത് മാത്രമല്ല, അത് യഹോവ കാലേബിന് നൽകും എന്ന് പറഞ്ഞതാണ്. ഈ 85-ാം വയസ്സിൽ കാലേബ് യോശുവയോട് ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ കാലേബിൻ്റെ ധൈര്യം, ആ വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ആ വിശ്വസ്തത എത്രമാത്രം കാലേബിനുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം 85 വയസ്സായ ആ മനുഷ്യന് ഇന്നും എനിക്ക് വരുവാനും പോകുവാനും പടവെട്ടുവാനും കഴിയും, എൻ്റെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ആ ഹെബ്രോൻ മലയിൽ നിന്ന് ശത്രുക്കളായവരെ തുരത്തുവാൻ എനിക്ക് കഴിയും, അനാക്യരെ അവിടുന്ന് തോൽപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന് കാലേബ് ഇപ്പോൾ പറയുമ്പോഴും ആ ഉറ്റുനോക്കാൻ പോയ അന്നത്തെ അതേ വിശ്വാസവും ധൈര്യവും പ്രത്യാശയും കാലേബിൻ്റെ മനസ്സിൽ ഉണ്ട്, ഹൃദയത്തിലുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കാലേബ് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വയം അത് നിറവേറ്റപ്പെടുന്നതല്ല, മറിച്ച് നമ്മുടെ ഇഷ്ടം പരിഗണിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ഇഷ്ടവും നോക്കാതാണ് ദൈവം അത് നൽകുന്നത്. അപ്പം അത് നൽകുന്നത് എത്രമാത്രം നമ്മൾ ആ ഒരു അനുഗ്രഹത്തിന് യോഗ്യരാണ്, എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി സമർപ്പിതരാണ്, എത്രമാത്രം നമുക്ക് അതിനോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം നമുക്ക് നൽകാം എന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് അതാണ്. അപ്പം കാലേബിനെ സംബന്ധിച്ച് അന്ന് തനിക്കുണ്ടായിരുന്ന അതേ പ്രത്യാശയും വിശ്വാസവും ധൈര്യവും ഇന്നും തനിക്കുണ്ട് എന്ന് അവിടെ കാലേബ് പറയുമ്പോൾ എത്രമാത്രം ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും കാലേബ് ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മാതൃകയുടെ ശക്തിയായിട്ട് കാലേബ് അവിടെ കാണുകയാണ്. കാരണം അവിടെ ഈ തൻ്റെ അല്ലെങ്കിൽ തനിക്ക് ഈ ഹെബ്രോൻ മല തരുവാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ കാലേബ് തൻ്റെ മകളെ അക്സയെ ദബീർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പേര് കെരിയത്ത് സേഫർ എന്നായിരുന്നു, ആ നഗരം പിടിച്ചെടുക്കുന്ന ഒരാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ കെനസിൻ്റെ മകനായ ഉക്നിയേൽ ആ നഗരം പിടിച്ചെടുക്കുകയും അക്സയെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നതും ഒരിക്കൽ കൂടി കാലേബിൻ്റെ ധൈര്യവും വിശ്വാസവും പ്രയാസങ്ങളെ നേരിടുവാനുള്ള ആ സന്നദ്ധതയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കാനുള്ളൊരു വ്യവസ്ഥ കാലേബ് മുൻപോട്ട് വയ്ക്കുമ്പോൾ വന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ആരാണ് ഈ പട്ടണം പിടിച്ചടക്കുന്നത്, ആരായിരിക്കും ആ സ്ഥാനത്ത് കടന്നു വരുന്നത്, ആർക്കായിരിക്കും എൻ്റെ മകളെ കൊടുക്കേണ്ടി വരുന്നത് എന്ന ആശങ്കയോ സംശയമോ അല്ല അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും കാലേബിനെ അലോരസപ്പെടുത്തിയില്ല. അതിലുപരിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്
കാലേബ് ഈ ഒരു കാര്യം പറയുമ്പോൾ അവിടെ വീണ്ടും കാലേബ് എത്രമാത്രം ധൈര്യവും വിശ്വാസവും അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും നേരിടുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ വിശ്വാസം കാലേബിനുണ്ട് എന്നുള്ളൊരു കടയാണ്. അതുകൊണ്ടാണ് ഈ ഹെബ്രോൻ മല എനിക്ക് തരൂ എന്ന് കാലേബ് പറയുവാൻ കാരണം. അത് ദൈവം കാലേബിന് കൊടുക്കുവാൻ നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും അത് ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധത ഇപ്പോഴും, അതായത് ദൈവം ഇത് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ കാലേബ് അത് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് കാലേബിൻ്റെ പ്രായമല്ല, കാലേബിൻ്റെ അവസ്ഥ അങ്ങനെയല്ല എങ്കിൽ പോലും യാതൊരുവിധ മാറ്റവും യാതൊരുവിധ ക്ഷീണവും പ്രയാസവും കാലേബിൻ്റെ വിശ്വാസത്തിന് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്, അനുസരണത്തിന് അല്ലെങ്കിൽ തൻ്റെ താഴ്മയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് അവിടെ നമ്മൾ കാണുകയാണ്. അതേ അനുഭവം തന്നെയാണ് തൻ്റെ മകൾ അക്സയും പ്രദർശിപ്പിക്കുകയും ദൈവത്തോട് തൻ്റെ പിതാവിനോട് തനിക്ക് നീരുകൾ കൂടി ലഭിക്കണം അല്ലെ തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ പിതാവ് അത് കൊടുക്കുകയും അത്തരത്തിൽ ഈ കാലേബിൻ്റെ അതേ ഒരു പ്രത്യാശ, ഒരു വിശ്വാസം തൻ്റെ മകൾക്കും ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് ദൈവം ആ ദേശം ദാനമായിട്ട് കാലേബിന് കൊടുത്തു. അത് വളരെ ധൈര്യത്തോടെ യഹോവയുടെ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് അത് വിനിയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാം എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നാം അത് ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി നമ്മളത് ആ അവസരങ്ങൾ വിനിയോഗിക്കുവാനും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് അനുഗ്രഹം നൽകുന്നത് വരെയും അത് മാത്രമല്ല എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയും യാചനയും കഴിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹത്തോടെ ജീവിക്കുവാനും ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് നമുക്കതിൻ്റെ അവകാശികളായിക്കൊണ്ട് നിൽക്കുവാനും അല്ലെങ്കിൽ ജീവിക്കുവാനും കഴിയണം എന്ന് ഒരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനെ കുറിച്ച് പറയുന്നു. ആ ന്യായാധിപൻ ദൈവഭയമോ മനുഷ്യ ശങ്കയോ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എങ്കിൽ പോലും ആ പട്ടണത്തിൽ ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ വിധവയായ സ്ത്രീ എപ്പോഴും ഈ ന്യായാധിപനെ ഒന്ന് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ പല പ്രാവശ്യം അവൾ ഈ ന്യായാധിപന്റെ അടുത്ത് തന്റെ ആവലാതിയോട്ട് വരികയും എന്നാൽ അതിനു മുമ്പ് ഒരിക്കലും അത് പരിഹരിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ തീർത്തു കൊടുക്കുവാൻ ഈ ന്യായാധിപന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഈ സ്ത്രീ നിരന്തരമായിട്ട് വന്ന് ഈ ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് ആ ന്യായാധിപൻ അവസാനം തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോയാൽ ആ സ്ത്രീ വന്നെൻ്റെ മുഖത്ത് അടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ ആവലാതി ഇവിടെ തീർത്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാം എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടവരും സമർപ്പിക്കേണ്ടവരും യാചിക്കേണ്ടവരും ആകുന്നു. അങ്ങനെ നാം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കാലേബിനെ സംബന്ധിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ദൈവത്തോട് പറ്റുന്നതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൽ വിശ്വസ്തരായിരിക്കാനും ദൈവത്തിന്റെ ഏറ്റവും ഒരു വിശ്വസ്ത ദാസനായിട്ട് അല്ലെങ്കിൽ ഒരു എളിയ ദാസനായിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കാലേബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെതായ തീരുമാനങ്ങൾക്കോ ദൈവത്തോട് സംസാരിച്ച കാര്യങ്ങൾക്കോ ദൈവം കാലേബിനോടും യോശുവയോടും പറഞ്ഞ കാര്യങ്ങൾക്കോ എതിർപ്പോ അല്ലെങ്കിൽ അതിന് എതിരെ ഒരു കാര്യം പറയുവാനോ അത് ചെയ്യാതിരിക്കാനോ അതിനെന്തെങ്കിലും തിരിച്ചു ചോദിക്കുവാനോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളും കാലേബിൽ നിന്ന് ഉണ്ടാവുന്നില്ല, യോശുവയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എത്രമാത്രം ദൈവത്തോട് സമർപ്പിതമായിട്ട് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തികളായിരുന്നു, ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത ദാസന്മാരായിരുന്നു, ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ പ്രത്യേകിച്ച് യോശുവ ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം പോലും യോശുവ എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തോട് കരയുകയും നിലവിളിക്കുകയും ചോദിക്കുകയും മോശയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പോലെ തന്നെ തൻ്റെ ജനത്തിന് വേണ്ടിയും യോശുവ ദൈവത്തോട് കരയുകയും അപേക്ഷിക്കുകയും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവരെ ഓർമ്മപ്പെടുത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യരോടായാലും ദൈവത്തോടായാലും കാലേബിൻ്റെ അല്ലെങ്കിൽ യോശുവയുടെ മനോഭാവം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു. അത് ദൈവത്തിൻ്റെ വിശ്വസ്ത മക്കളായിട്ട് നിലനിൽക്കുക എന്നാണ്. അപ്പം നമ്മളിവിടെ കാണുന്ന ഒരു വിനീത നായകൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ യോശുവയെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കാലേബ് യോശുവയോട് ദൈവം പറഞ്ഞ അതനുസരിച്ച് തൻ്റെ അവകാശം ചോദിച്ചു, അത് യോശുവയ്ക്ക് കാലേബിന് ലഭിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനമാണ്
യോശുവ തൻ്റെ അവകാശമായ ദേശം തിരഞ്ഞെടുക്കുന്നത്? എഫ്രൈം നാട്ടിലെ തിമ്നത്ത് സേരഹ് എന്ന സ്ഥലം യോശുവയ്ക്ക് അവകാശമായിട്ട് എടുക്കുന്നു. തിമ്നത്ത് സേരഹ് എന്ന് പറയുന്നത് രണ്ട് പദങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. തിമ്നത്ത് പിന്നെ അതുപോലെ മനഹ് എന്ന് പറയുന്ന ക്രിയാപദത്തിൽ നിന്നുണ്ടായതാണ്. ആ എബ്രായത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അധികം വന്നത്, അല്ലെങ്കിൽ ശേഷിക്കുന്നത്, അല്ലെങ്കിൽ അവശേഷിക്കുന്നത് എന്ന അർത്ഥം അതിനുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ ഇസ്രായേൽ ഗോത്രത്തിനും അവരുടെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. അവരുടെയൊക്കെ ഭാഗങ്ങൾ അവരേറ്റതിനു ശേഷം കാലേബ് വളരെ സൗമ്യനായിട്ട് അനുസരണത്തോടെ താഴ്മയോടെ യോശുവയുടെ അടുത്ത് വന്ന് ദൈവം പറഞ്ഞ പ്രകാരം ഈ ഹെബ്രോൻ മല നീ എനിക്ക് തരിക എന്ന് പറഞ്ഞ് അത് സ്വന്തമാക്കാനുള്ള തൻ്റെ ഇനിയുള്ള പ്രയത്നവും അധ്വാനവും എത്രമാത്രം ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് അത് ചോദിക്കുകയും അത് യോശുവ കാലേബിന് നൽകുകയും ചെയ്ത ശേഷമാണ് ഏറ്റവും അവസാനം യോശുവ തൻ്റെ അവകാശം എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം അവശേഷിച്ച, അല്ലെങ്കിൽ ആരും എടുക്കാതിരുന്ന എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എന്താണ് ശേഷിച്ചത്, അല്ലെങ്കിൽ എന്താണ് അധികമായിട്ട് വന്നത്, അല്ലെങ്കിൽ അധികമായിട്ട് അവിടെ ശേഷിച്ചത്, അതാണ് യോശുവ തിരഞ്ഞെടുത്തത്. അതിന് മറ്റൊരു കാരണം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന തിമ്നത്ത് സേരഹ് എന്ന് പറയുന്ന സ്ഥലം വിശുദ്ധ മന്ദിരത്തിന് സമീപമുള്ള ശീലോഹിന് അടുത്ത് ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ചേർന്ന് തന്നെ ഒരു ദേശം തിരഞ്ഞെടുക്കുവാൻ യോശുവ മനസ്സ് കാണിക്കുമ്പോൾ ദൈവത്തോട് എപ്പോഴും കൂടുതലായിട്ട് അടുത്ത് നിൽക്കുവാനും അടുത്ത് വസിക്കുവാനും അടുത്ത് പാർക്കുവാനും ഉള്ള യോശുവയുടെ മനസ്സ്. അത് മാത്രമല്ല, വാസ്തവം പറഞ്ഞാൽ യോശുവയ്ക്ക് അതിനേക്കാൾ മറ്റേതെങ്കിലും ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു പട്ടണം, അല്ലെങ്കിൽ നല്ലൊരു കൃഷിസ്ഥലം, അല്ലെങ്കിൽ ഒരു സമതലം ഒക്കെ ആവശ്യപ്പെടുകയോ എടുക്കുകയോ ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും യോശുവ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ, എടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ആരും അതിനെതിര് പറയുകയോ അല്ലെങ്കിൽ എതിര് നിൽക്കുകയോ ചെയ്യുവാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം ആ ജനത്തെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരുവാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നേതൃത്വം എടുത്ത വ്യക്തിയാണ് യോശുവ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും യോശുവയെ സംബന്ധിച്ച് യോശുവയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇതൊന്നും യോശുവ ചെയ്യാതെ ഏറ്റവും അവസാനമായിട്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എന്താണ് ശേഷിച്ചത്, എന്താണ് അവസാനം അല്ലെങ്കിൽ അധികമായിട്ട് വന്നത്, അത് തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാനാണ് യോശുവയുടെ മനസ്സ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യോശുവയെ സംബന്ധിച്ച് സങ്കീർത്തനം 27:4 പറയുന്നത് പോലെ, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ വേണ്ടി മന്ദിരത്തിൽ ധ്യാനിപ്പാൻ വേണ്ടി ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ആ ദൈവത്തിന് വിശുദ്ധ മന്ദിരത്തിന്റെ അടുത്ത് തന്നെ ഒരു അവകാശം യോശുവ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തു, എല്ലാവരും സന്തോഷമായി. അവസാനം കാലേബ് തൻ്റെ അവകാശം വന്ന് യോശുവ ഓർമ്മപ്പെടുത്തുന്നു, അത് കാലേബിനും നൽകി. കാലേബ് അത് സന്തോഷമായി സ്വീകരിച്ചു. അതിനുശേഷം ആണ് വളരെ വളരെ വിനീതമായി, വളരെ ലളിതമായി, ഒരു അവകാശവും അല്ലെങ്കിൽ മറ്റൊരു കാര്യവും പറയാതെ, മറ്റൊരു കാര്യം ചിന്തിക്കാതെ യോശുവ ആ അവകാശം സ്വീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രമാത്രം ഒരു വിനയ സ്വഭാവം, എത്രമാത്രം ഒരു താഴ്മ, എത്രമാത്രം ഒരു ദൈവത്തോടുള്ള ഭയം, അനുസരണം ഈ തീരുമാനങ്ങളിലൂടെ കാലേബിൻ്റെ ആയാലും യോശുവയുടെ ആയാലും ജീവിതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള തങ്ങളുടെ അടുപ്പം, സ്നേഹം, വിശ്വസ്തത, താഴ്മ, അനുസരണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലും പ്രമാണിക്കുന്നതിനുള്ള ഉത്സാഹം എത്രമാത്രം ഈ രണ്ട് വ്യക്തികൾക്ക് ഈ മരുഭൂമി യാത്രയിലും, പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ജനമായിട്ട് കനാൻ ദേശത്തേക്ക് കടന്നു വന്ന് അത് വിഭാഗിച്ച് അവർക്ക് കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ എത്രമാത്രം ശ്രദ്ധ, എത്രമാത്രം ഉത്തരവാദിത്വം യോശുവയ്ക്ക് ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും കൂടെ നിൽക്കുവാനും കാലേബിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യത്യസ്തരായ മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും കാലേബിനെ കുറിച്ച് പറയുമ്പോൾ, കാലേബോ അവൻ എൻ്റെ ദാസൻ, അവന് വ്യത്യസ്തമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ പോലെ അല്ല എന്ന് യഹോവ തന്നെ പറയുവാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നാം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ച്, അല്ലെങ്കിൽ പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി മാറ്റം വരുത്തുവാൻ, അല്ലെങ്കിൽ നമ്മളിൽ മാറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ മാറ്റത്തിന് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വാധീനങ്ങൾ ഉണ്ടാക്കുവാനും നല്ല അനുഭവത്തിൽ വളരുവാനും നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിനെ നമുക്ക് നോക്കി, യേശുവിനെ നമ്മൾ കാണുമ്പോൾ
ദൈവത്തിൻ്റെ തിളക്കമാർന്ന സ്വഭാവം അല്ലെങ്കിൽ മഹത്വം നമുക്ക് കാണുവാനും അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നമുക്ക് അത് ഗ്രഹിക്കുവാനും കഴിയും. അത് തീർച്ചയായും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക, നമ്മുടെ സ്വഭാവത്തെ അത് മാറ്റുവാനും നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പ് കൊണ്ടുവരുവാനും നമ്മുടെ സമർപ്പണം എത്രമാത്രം അത് അല്ലെങ്കിൽ ഉറപ്പുള്ളതാണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവം നമുക്ക് ആ കാര്യത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് നാം ഓരോ കാര്യങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ നല്ല പ്രവൃത്തികൾ, നല്ല മാതൃകകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നാം വരുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ കാലേബിനെ പോലെ യോശുവെ പോലെ ഏറ്റവും വിശ്വസ്തരായി സമർപ്പിക്കപ്പെട്ട് ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിച്ച് ഏറ്റവും വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ സമയങ്ങളിലും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിന് ചുറ്റുമുള്ള ലോകം അതിൻ്റെ വിവിധ സ്വാധീനങ്ങളോടെ നമ്മളെ ഓരോ ദിവസവും അതിൻ്റെതായ രൂപത്തിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നാം ഓരോരുത്തരും നമ്മിൽ നിന്ന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങളും ബാഹ്യമായ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു ദുസ്വാധീനത്തിലേക്ക് കൊണ്ടുവരുവാനോ അത് നമ്മളെ തെറ്റായൊരു വഴിയിലേക്ക് തിരിക്കുവാനോ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ നയിക്കുവാനോ ഇടവരുത്താതെ കാലേബിനെ പോലെ യോശുവെ പോലെ പൂർണ്ണമായി ദൈവത്തിലേക്ക് നോക്കി ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഏറ്റവും വിധേയമായി അല്ലെങ്കിൽ വളരെ വിനീത സ്വഭാവമുള്ളവരായി യാതൊരുവിധ നേതൃത്വത്തിൻ്റെ അഹങ്കാരമോ നേതൃത്വത്തിൻ്റെതായ ചിന്തകളോ അധികാര മനോഭാവങ്ങളോ ഇല്ലാതെ ദൈവത്തിന് കീഴ്പ്പെട്ട് മനുഷ്യരോട് ഏറ്റവും എളിമയായ രീതിയിൽ താഴ്മയോടുകൂടി പെരുമാറുവാനും ഇടപെടുവാനും സംസാരിക്കുവാനും വളരെ അവധാനതയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും വളരെ ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുവാനും സ്നേഹത്തോടെ ഇടപെടുവാനും കഴിയുന്ന രണ്ട് നല്ല ഉദാഹരണങ്ങളാണ് കാലേബും യോശുവയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ തീർച്ചയായിട്ടും ആന്തരികമായി നമ്മളെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നത് അല്ലെങ്കിൽ വിധേയമാക്കാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പ്രവൃത്തി നമ്മൾ സംഭവിക്കണമെങ്കിൽ നാം പൂർണ്ണമായിട്ടും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിൽ മാറ്റമുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്, പാപത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ആ പാപം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നത്, നമ്മുടെ സ്വഭാവങ്ങളിൽ വരുന്ന വൈകല്യങ്ങളെയും കുറവുകളെയും നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള തെറ്റായ അല്ലെങ്കിൽ തിന്മയുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സഹായിക്കുവാനും നമ്മളിൽ പരിവർത്തനം വരുത്തുവാനും സാധിക്കുമ്പോൾ നമ്മൾ നല്ല അനുഭവത്തിൽ നല്ല ഗുണവിശേഷങ്ങളുള്ള ദൈവത്തിൽ വിശ്വാസമുള്ള നല്ല മക്കളായിട്ട് നമുക്ക് വളർന്നു വരാൻ കഴിയും. പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മളേവരും എനിക്ക് തോന്നുന്നത്, ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രമായിട്ട് പഠിച്ചു വരുമ്പോൾ മോശ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന രണ്ട് വ്യക്തികളാണ് കാലേബും യോശുവയും. കാരണം ഒരു നേതൃത്വം എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ദാസന്മാരെന്ന നിലയിൽ, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ, ദൈനത്തോടുള്ള തങ്ങളുടെ കരുതലിനെ സംബന്ധിച്ച് അങ്ങനെ അനേക കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർ രണ്ടുപേരും ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് പരസ്പരം അവർ തമ്മിൽ തർക്കങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സമാധാനത്തിലും ഏറ്റവും സ്നേഹത്തിലും ചെയ്യുവാൻ കഴിഞ്ഞ വ്യക്തികളെന്ന് മാത്രമല്ല, ദൈവത്തിൽ പൂർണ്ണമായിട്ടും പറ്റി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നല്ല മാതൃകളായിട്ട് നിൽക്കുവാൻ കഴിയുന്ന വിശ്വാസ വീരന്മാരായിരുന്നു കാലേബും യോശുവയും നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് നമ്മളെ കണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നല്ല സ്വാധീനങ്ങൾ, നല്ല ശീലങ്ങൾ, നല്ല ഗുണങ്ങൾ പരിശുദ്ധാത്മ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കുവാനും ദൈവത്തിൽ പൂർണ്ണ അനുസരണമുള്ളവരായി നമുക്ക് നമ്മളെ തന്നെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് കാലേബിനും യോശുവയെ പോലെ നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം അവസാനിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, അടിയങ്ങൾ കർത്താവ് ഇന്ന് ചിന്തിച്ചതുപോലെ അവിടുത്തെ ദാസന്മാരായ കാലേബും യോശുവയും എത്രമാത്രം ദൈവത്തോട് പറ്റി നിന്നു എന്ന് അടിയങ്ങൾക്ക് ചിന്തിപ്പാൻ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ തീരുമാനങ്ങളിൽ, അവർ ചെയ്ത പ്രവൃത്തികളിൽ
അവർ പരസ്പരമുള്ള അവരുടെ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ, ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുന്നതിലൂടെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ എത്രമാത്രം ആ വിശ്വസ്തയും സ്നേഹവും സമർപ്പണവും അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. രണ്ടുപേരും അവരുടേതായ അവകാശങ്ങൾ പോലും ചോദിക്കുവാനോ അതിനുവേണ്ടി സംസാരിക്കുവാനോ അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുത്തി കളയാനോ സമയമെടുക്കാതെ അവർക്ക് ദൈവം നൽകിയ പ്രകാരം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആരോടും പരിഭവമില്ലാതെ ആരോടും തർക്കിക്കാതെ തങ്ങളുടെ അവകാശങ്ങൾ ദൈവഹിതപ്രകാരം അവർക്ക് ലഭിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ അടിയങ്ങളും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ നിന്ന് അടിയങ്ങൾക്ക് പ്രാപിച്ചുകൊണ്ട് ദൈവം അടിയങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അടിയങ്ങൾ വിധേയമായിക്കൊണ്ട് ചെയ്യുവാൻ അടിയങ്ങളോടും സഹായിക്കണം. ഈ പാഠമണ്ഡലത്തിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം, കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. മാനവമത കർത്താവെ അവിടുന്ന് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ജീവനെത്തുന്ന യേശുനാമം ചോദിക്കുമ്പോൾ കൃപയോടെ നല്ല ദൈവമേ, ആമേൻ.